പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുടുംബ നവീകരണ മാസം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലൂടെ ലോകം മുഴുവൻ ഞങ്ങളെ വീക്ഷിക്കുന്ന സകല മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനവുമായി ഇന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി ചില വേദവാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി സങ്കീർത്തനങ്ങൾ 127 സങ്കീർത്തനം, അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 127 സങ്കീർത്തനം, ഒന്നാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. സ്തോത്രം. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിൽ തന്നെ നമ്മൾ എവിടെ കണ്ണോടിച്ച് നോക്കിയാലും കുടുംബ ജീവിതങ്ങളുടെ തകർച്ചകൾ നമുക്കിപ്പോൾ ഒരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ വളരെ കൂടി നിന്നിരുന്ന ഈ വിവാഹമോചനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഇത്രയും വളരെ ഒരു കുത്തൊഴുക്ക് പോലെ അല്ലെങ്കിൽ ഒരു സുനാമി പോലെ കയറി വരുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. 20 വർഷങ്ങൾക്കൊക്കെ മുമ്പേ അമേരിക്കയിൽ ഒരു വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ആൾക്കാർ നാട്ടിൽ വന്നിട്ട് വിവാഹം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് വലിയ പാടാണ് സഹോദര അവിടെയൊക്കെ മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വല്ലാത്ത ഒരു സ്റ്റേജിലാണ്. വിവാഹം മോചനം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം വളരെ കൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പവർ വിഷൻ എടുത്ത ഈ വിഷയം അതിമനോഹരമായ വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ അല്പസമയം വളരെ ശ്രദ്ധയോട് ഇത് കേട്ടാൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നമ്മുടെ കേരളത്തിന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പുകഴാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരതയിലും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിലും മെഡിക്കൽ സയൻസ്, അങ്ങനെ ധനപരമായ കാര്യങ്ങൾ, നല്ല വീടുകൾ, നല്ല സംസ്കാരം, ഇതെല്ലാം നമുക്ക് പുകഴുവാനുള്ളപ്പോൾ ലോകരാജ്യങ്ങൾ എവിടെ ചെന്നാലും മലയാളി അല്ലെങ്കിൽ കേരളക്കാരനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മാന്യതയാണ്, സന്തോഷമാണ്. സ്തോത്രം. ഞാനൊക്കെ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കറിയാം അവിടെയൊക്കെ മലയാളികൾ എന്ന് പറയുമ്പോൾ അവർ ഇൻ്റർവ്യൂ ബോർഡൊക്കെ പ്രത്യേക ഒരു കൺസിഡറേഷൻ ഉണ്ട് അവിടെ. സ്തോത്രം. അപ്പോൾ അങ്ങനെ നല്ല പേര് കേട്ടൊരു സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഈ കൊച്ചു കേരളം. പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ തല ഉയർത്തി നടക്കുമ്പോൾ തല കുനിച്ച് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, കേരളം കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ആത്മഹത്യയിൽ 1-ാം നമ്പറായിരുന്നു. ഇപ്പോൾ അത് മാറി. പോണ്ടിച്ചേരിയും തമിഴ്നാടും മാറി മാറി അത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് 3-ാം സ്ഥാനത്തൊക്കെ കേരളം എത്തിയിട്ടുണ്ട്. പക്ഷേ 1-ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ 3 വർഷം വരെ. രണ്ടാമത് കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മദ്യപാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സ്ഥലം എന്നൊരു റെക്കോർഡ് നമുക്കുണ്ട്. സ്തോത്രം. മൂന്നാമത് വളരെ ഒരു സീരിയസ് ആയൊരു വിഷയമാണ് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം, വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൊച്ചു കേരളം. അതിന് ഏറ്റവും വലിയ തെളിവെന്നറിയാമോ? 14 ജില്ലയിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, 30-ലധികം കുടുംബ കോടതികൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യങ്ങളാണ്. അതേപോലെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞ 2 വിഷയങ്ങൾ ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം പറഞ്ഞ 2 വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണവും മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ പോകാതെ വയ്യാതെ വരുമ്പോൾ, സന്തോഷമില്ലാതെ വരുമ്പോൾ മദ്യത്തിന് അടിമയാകുന്നു, മയക്കുമരുന്നിന് അടിമയാകുന്നു, അതും കൊണ്ടും തീരുന്നില്ല, അപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആയ ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു? എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് പോകുന്നില്ല? അത് ഈ ദിവസങ്ങളിൽ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഇവിടെ പറയുന്ന വീടെന്ന് പറയുന്നത് നമ്മൾ സിമെൻറ്റും കട്ടയും കൊണ്ടുണ്ടാക്കുന്ന വീടിനെ കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളും അതിൻ്റെ അടുത്ത വാക്യങ്ങളും അടുത്ത അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ പണിയുന്ന ഈ വീടിൻ്റെ പേര് ഭവനമെന്നാണ്, ഫാമിലി. സ്തോത്രം. ഈ ഭവനം പണിയുന്നത് ദൈവമായിരിക്കണം, അല്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഒരു രീതിയിലും മുന്നോട്ട് പ്രോപ്പറായിട്ട് പോകുകയില്ല.
ഇത് എഴുതിയത് ശലോമോനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനം പണി വളരെ മോശമായിരുന്നു. സ്തോത്രം. നല്ലപോലെ മുന്നോട്ട് പോയില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, യഹോവ വീട് പണിതാൽ ആ പണി പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പല തെറ്റിദ്ധാരണകൾ വരും. ദൈവത്താലാണല്ലോ എൻ്റെ കുടുംബജീവിതം യോജിക്കപ്പെട്ടത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം യോജിക്കപ്പെട്ടത്, പക്ഷേ പിന്നെ എന്തുകൊണ്ടത് ശിഥിലീകരിക്കപ്പെടുന്നു, എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ടത് മുന്നോട്ട് പോകുന്നില്ല എന്ന ചില ചിന്തകളൊക്കെ നമുക്കുണ്ടാകും. അതെല്ലാം മറുപടി ഈ ദൈവവചനത്തിലുണ്ട്. സ്തോത്രം. നമ്മൾ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ തകർച്ചയുടെ വക്കിലാണോ നിങ്ങളുടെ കുടുംബം? ദൈവം അത് പണിയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. പിശാച് പല രീതിയിലാണ് മനുഷ്യരെ ട്രാപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, പിശാചിനറിയാം എവിടെ ഒരു മനുഷ്യൻ്റെ ആ ഭദ്രതയെ തകർത്താൽ, അല്ലെങ്കിൽ അവൻ്റെ സെക്യൂരിറ്റിയെ തകർത്താൽ അവൻ്റെ കുടുംബത്തെ എങ്ങനെ പിടിക്കാമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് പിശാച് എപ്പോഴും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കഴിയുമ്പോൾ തലമുറയെ പിടിക്കാൻ കഴിയും. അതാണ് സാധാരണ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. വീട്ടിൽ അടിയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റും പിശാചിന്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവൻ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യഹോവ പണിത വീട്, അല്ലെങ്കിൽ യഹോവ പണിതൊരു ഭവനത്തിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇതാണ്. കർത്താവ് ആദമനെ ഉണ്ടാക്കിയതിന് ശേഷം, സ്തോത്രം, ആദമനെ ഉണ്ടാക്കിയതിന് ശേഷം അവനെ കുറച്ചു നേരം കർത്താവ് ഇങ്ങനെ വാച്ച് ചെയ്തു. അവനിങ്ങനെ ആ തോട്ടത്തിൽ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അവിടെ പോയിരിക്കുന്നു, ഇവിടെ പോയിരിക്കുന്നു, തോട്ടും കര പോകുന്നു, പക്ഷേ കുറച്ചു നേരം ആ വൃക്ഷത്തെ നോക്കുന്നു, ഈ വൃക്ഷത്തെ നോക്കുന്നു, ഇതൊക്കെ ചെയ്തു. അപ്പോൾ അവനിങ്ങനെ ഒരു സന്തോഷവാനല്ല. അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിന് തോന്നി ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് എന്താ എന്നറിയാമോ, മുഴുവൻ മൃഗങ്ങളെയും പക്ഷികളെയും അവൻ്റെ മുന്നിൽ കൂടെ കടത്തി വിട്ടു. എന്തിനെന്നറിയാമോ? പേരിടാൻ. സ്തോത്രം. അപ്പം മനുഷ്യൻ്റെ ആ ബുദ്ധി നോക്കിക്കോണം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പേര് പോലും നമുക്കറിയത്തില്ല. പക്ഷെ അവൻ പേരിടുകയാണ്. അവൻ ഓരോന്നിനെയും കണ്ടിട്ട്, കടുവ, ഒരു 4 കാലുള്ള ഒരു വരയും ഒക്കെ ഉള്ള ഒരു മൃഗം പോയപ്പോൾ പുലി എന്ന് വിളിച്ചു. അതിനേക്കാളും ചെറിയ അതേപോലെ ജീവി പൂച്ച എന്ന് വിളിച്ചു. അപ്പോൾ ആ മനുഷ്യൻ്റെ ബുദ്ധി കണ്ടോ, അത് ഓരോന്നിനും അവൻ പേര് വിളിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ആൺ സിംഹം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കടുവ വരുന്നു, ഒരു പുലി വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പെൺപുലി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം പോകുന്നത് നോക്കിയപ്പോൾ ആണും പെണ്ണും ഇങ്ങനെ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ഈ ദൈവം നോക്കിയത്, ഇവൻ ആരോടെങ്കിലും ചങ്ങാത്തം കൂടുമോ, ഇവൻ തക്ക തുണയെ സെലക്ട് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് ഇവൻ അതിലൊന്നും സെലക്ട് ചെയ്തില്ല. അവൻ വീണ്ടും ഒറ്റക്കിരുന്ന് കണ്ടപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. അവനെ ഉറക്കി, അല്ലെങ്കിൽ മയക്കിയതിന് ശേഷം അവൻ്റെ വാരിയെല്ലെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവൻ്റെ മുന്നിൽ നിർത്തി ആ സ്ത്രീക്കും അവൻ പേരിട്ടു. പ്രിയ ദൈവമക്കളെ, പുരുഷൻ ഏകനായിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. സ്തോത്രം. എപ്പോഴും ഓർത്തോണം, ഏകനായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിവാഹം കഴിച്ചാലും അത് തന്നെയാണ്. കഴിച്ചിട്ട് പല ആൾക്കാരും പല രാജ്യത്ത് പല രീതിയിൽ താമസിക്കുന്നുണ്ട്. ഏകനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എല്ലാം നമുക്കിവിടെ പറയാൻ സമയമില്ല. എന്നാൽ ഇടയ്ക്കൊക്കെ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഏകനായിരുന്നാൽ പല കാര്യങ്ങളിലും നമ്മൾ പെട്ടുപോകും. സ്തോത്രം. ലോൺലെസ് നല്ല ഒരു കാര്യമല്ല. സ്തോത്രം. അപ്പോൾ ആദാമിന് ദൈവം ഹൗവയെ ഉണ്ടാക്കി കൊടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിൽ വസിക്കണം, തോട്ടം കാക്കണം, തോട്ടത്തിൽ വാഴണം, സകല മൃഗങ്ങളെയും വാഴണം. ഇതെല്ലാം പറഞ്ഞേൽപ്പിച്ച് അവരെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു. സ്തോത്രം. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ തോട്ടത്തിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഹൗവ കുറച്ച് ദൂരം ഒറ്റയ്ക്ക് നടന്നു, ആദാം കുറച്ച് ദൂരം അവിടെ ഇരുന്നു. നമ്മളും ഇങ്ങനെ ഇരിക്കാറില്ലേ? ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ, എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ കാലിലൊക്കെ ഈ ടൈറ്റാനിയം പ്ലേറ്റൊക്കെ ഇട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ എത്ര പെട്ടെന്ന് ഓടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പോയാൽ ഞാൻ ഏതെങ്കിലും ഒരു ചെയർ കണ്ടാൽ അവിടെ ഇരിക്കും. അപ്പോൾ എന്നെ എൻ്റെ വൈഫ് വിളിച്ചു, സാമച്ചായബാ നമുക്ക് കുറച്ച് ദൂരം നടക്കാം. ഞാൻ നീ നടന്നു, ഞാൻ ഇവിടെ ഇരിക്കാം, നീ പോയിട്ട് വാ, നടന്നിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ശാരീരികമായ ബലഹീനത നിമിത്തം നമ്മൾ അവിടെ ഇരിക്കും.
അവർ നടക്കാൻ പോകും, തിരിച്ചു വരും. സ്തോത്രം. പക്ഷെ ആ സഹോദരിയുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഒരുമിച്ച് നടക്കണം എന്നൊരാഗ്രഹമുണ്ട്. ആ ചെറിയൊരു ആഗ്രഹം പോലും നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ വിഷമങ്ങൾ കാണും, നമ്മളതിനെ തിരസ്കരിച്ച് കളയും. ദൈവമക്കൾ, ഒരു കാര്യം ഓർത്തോണം, കുടുംബ ബന്ധങ്ങളുടെ ശുദ്ധീകരണം അവിടെ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കാൻ, അവർ പറയുന്നത് ഹല്ലേലൂയ, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ, അവരോട് കൂടെ അല്പസമയം ഒന്ന് കൈപിടിച്ച് നടക്കാൻ, സംസാരിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഒന്നിച്ചുള്ള ജീവിതം, ഒന്നിച്ചുള്ള നടത്തം, ഒന്നിച്ചുള്ള സംസാരം വളരെ ആവശ്യമാണ്. ഇവിടെ ഹൗവ ഒറ്റയ്ക്ക് ആ തോട്ടത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നിന്നപ്പോൾ പാമ്പ് വന്നു കയറി അവളെ വശീകരിച്ച് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. ആദമിനോടാണ് ദൈവം പറഞ്ഞത്, ഇതിന് നടുവിൽ നിൽക്കുന്ന ഫലം പറിച്ച് തിന്നരുത്. ശരിയാണ്, അത് ഹൗവയോട് ആദം പറഞ്ഞിരുന്നുള്ള തെളിവാണ്. അതുകൊണ്ടാണ് പാമ്പിനോട് ഈ കാര്യം പറയും. പക്ഷെ അവൾ ഇച്ചിരി കൂട്ടി പറയുന്നോട് തൊടുകയും ചെയ്യില്ലെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഹൗവ അങ്ങനെ പറഞ്ഞു കാണും. ചില ആൾക്കാരോട് നമ്മൾ പറയാറുണ്ടല്ലോ, മോനെ ഇടാ അത് തുടരുത് എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ പേടിച്ചായി പറയുന്നത് തുടരുത്. അതുപോലെ പറഞ്ഞു കാണാം, നീ പറിച്ച് കഴിക്കുകയും ചെയ്യരുത്, തൊടുക പോലും ചെയ്യരുത്. ഒന്നുകൂടെ സീരിയസ്നെസ് ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. തൊടുക പോലും ചെയ്യരുത് എന്ന് ആദാം പറഞ്ഞു. ദൈവം അത് പറഞ്ഞില്ല, ആദാം പറഞ്ഞു കൊടുത്തു കാണും. അതുകൊണ്ടാണ് ഹൗവ പാമ്പിനോട് പറയുന്നുണ്ട്, സാത്താനോട് പറയുന്നുണ്ട്, തൊടുക പോലും ചെയ്യാൻ പാടില്ലെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വാക്കിനെ ഹല്ലേലൂയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പിശാച് കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ ട്രാപ്പിൽ അവൾ വീണു. നമ്മളും ഇങ്ങനെയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ വചനങ്ങളും നമുക്കുണ്ടെങ്കിലും പലപ്പോഴും പിശാച് കൊണ്ടുവന്ന് മൈൻഡിലിടുന്ന ചില ചോദ്യങ്ങളെ നമ്മൾ ഹല്ലേലൂയ ജയിക്കുവാൻ കഴിയാതെ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കി വിശ്വാസം ചോർന്ന് നമ്മളിൽ ഭയം കയറാറുണ്ട്, നമ്മൾ പെട്ടുപോകാറുണ്ട്. അവൾ അത് പറിച്ചു തിന്നു. നോക്കിക്കേ, അവൾ ഹല്ലേലൂയ ആ പിശാചിൻ്റെ വാക്ക് അനുസരിക്കുക മാത്രമല്ല, തൻ്റെ ഭർത്താവിനോട് പോയൊരു വാക്ക് പോലും ചോദിക്കാതെ അവളത് പറിച്ചു തിന്നു. കുടുംബജീവിതത്തിൽ രണ്ടാമത്തെ തകർച്ച എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കാതെ ഒരു തീരുമാനവും എടുക്കരുത്. എടുത്താൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, വീണുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ നിന്ന് അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവം ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു വലിയ അനുഗ്രഹിക്കട്ട ഭവനത്തെ പോലും പിശാച് കയറി അടിച്ച് തകർത്തു കളഞ്ഞു, പാപത്തിൽ വീഴിച്ചു. ദൈവം പണിയാൻ തുടങ്ങിയ ഭവനം, ദൈവം പണിത ഭവനം. നോക്കിക്കേ, രണ്ട് തരത്തിലുള്ള കുടുംബജീവിതമാണ് ഈ കാലഘട്ടത്തിൽ പണിയപ്പെടുന്നത്. ഒന്ന് ദൈവത്താൽ പണിയപ്പെടുന്ന ഭവനം, രണ്ട് മനുഷ്യൻ തന്നെ പണിയുന്ന ഭവനം. ഇത് രണ്ടും പ്രത്യേക രീതിയിൽ പഠിക്കണം. ദൈവം പണിയപ്പെടുന്ന ഭവനം അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടാൽ മാത്രം പോരാ, ദൈവത്താൽ പണിയപ്പെട്ടാൽ മാത്രം പോരാ, അനുദിന ജീവിതത്തിൽ ഓരോ സെക്കൻഡും ദൈവം എന്തു പറഞ്ഞിരിക്കുന്നോ അത് അനുസരിച്ച് മുന്നോട്ട് ഓരോ ദിവസവും നമ്മൾ പണിയപ്പെടണം, സ്റ്റെപ്പ് വെക്കണം. അല്ലെങ്കിൽ ആദമിനും ഹൗവയ്ക്കും പറ്റിയ പോലെ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നു. സ്തോത്രം. 127 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എൻജിനീയേഴ്സ് വന്നിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർ പറയുന്നത് പോലെ പണിക്കാർ പണിയാൻ തുടങ്ങും. പണിക്കാരുടെ ഇഷ്ടപ്രകാരം അവിടെ പണിയാൻ പറ്റത്തില്ല. എൻജിനീയേഴ്സ് പറയും ഇങ്ങനെ വേണം, അങ്ങനെ വേണം, എത്ര പൂണ സിമെൻറ്റ് വേണം, എത്ര കട്ട വേണം, ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് അവർ പണിയും. അവർ പറയുന്നത് പോലെ പണിതാൽ ആ പണി ആ എൻജിനീയർ വരച്ചിരിക്കുന്ന അതേ മോഡൽ പ്രകാരം അതിൻ്റെ പണി ഫിനിഷ് ആകും. അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻജിനീയർ വരച്ച് വെച്ച പടമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ വീട് പണിയുമ്പോൾ അത് പണി തുടങ്ങുന്നത് തന്നെ സിമെൻറ്റും കല്ലും ഒക്കെ ഇട്ട എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി ഒരു 30, 40, 50 വർഷത്തേക്ക് അതിനൊരു ചലനമില്ല. ഭിത്തി കെട്ടിയതുപോലെ നിൽക്കും, പില്ലർ കെട്ടിയ പോലെ നിൽക്കും, അതിന് ഒരു ചലനവുമില്ല. പക്ഷേ ഭവനം അങ്ങനല്ല. ഓരോ ദിവസവും പണിയപ്പെടണം. ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഓരോ ദിവസവും പണിയപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് അന്ത്യം വരെ നിലനിൽക്കത്തുള്ളൂ, ക്രിസ്തീയ ഭവനമായി മാറുകയുള്ളൂ. ക്രിസ്തു സെൻറ്റേഡായി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഭവനം ഒരിക്കലും തകരുകയില്ല, ഒരിക്കലും തകർക്കാൻ ആർക്കും കഴിയുകയുമില്ല. സ്തോത്രം.
ഹല്ലേലൂയ. ഇവിടെ ആദം ഹൗവ ദമ്പതിമാർക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേരത് ഏറ്റെടുക്കുമെന്ന് അറിയത്തില്ല. ഇവരെ പുറത്താക്കാതിരിക്കാൻ ഒരു ചാൻസ് അവർക്കുണ്ടായിരുന്നു. എവിടെന്നറിയാമോ? ആ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ കർത്താവ് ചില ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവിന് ഇതെല്ലാം അറിയാം. ഇവർ പറിക്കാൻ പോയതും ഇവർ പറിച്ചു ഭക്ഷിക്കുന്നതും ഒക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. ഇവരെവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ സർവശക്തനായ ദൈവത്തിന് ആദം എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ലേ എന്നൊക്കെയാണ് നമ്മൾ. അങ്ങനൊന്നുമല്ല, ഇതെല്ലാം സർവശക്തനായ ദൈവത്തിന് അറിയാം. പക്ഷെ ആ ദൈവം ഇറങ്ങി വന്നൊരു ചോദ്യം ചോദിക്കും, ആദമേ നീ എവിടെ എന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നെ ആക്കിയ പൊസിഷനിൽ നിന്ന് നീ എവിടോട്ട് പോയി? ഏദൻ തോട്ടത്തിൽ എവിടെ ഒളിച്ചിരിക്കുന്നതല്ല ചോദിക്കുന്നത്, ഞാൻ നിന്നെ ആക്കിയെടുത്തുനിന്ന് നീ എന്തുകൊണ്ട് തെറ്റിപ്പോയി? ദൈവമക്കളെ, ഇതേ ഒരു ചോദ്യം യാക്കോബിനോട് ഹല്ലേലൂയ കടവിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. യാക്കോബേ നിന്റെ പേരെന്താ എന്ന് പറഞ്ഞാൽ, നിന്റെ പേരെന്ത്? യാക്കോബിന്റെ പേര് ദൈവത്തിന് അറിയത്തില്ലേ? പക്ഷേ ഒരിക്കൽ അവൻ തെറ്റിയതറിയാം. ആ പേര് തന്നെ ഇവൻ പറയുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും ചോദിക്കുന്നു, യാക്കോബേ നിന്റെ പേരെന്ത്? പേര് ഏശാവെന്ന് പറഞ്ഞില്ല, യാക്കോബ് എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവസ്ഥൽ അവൻ സറണ്ടർ ചെയ്തു. നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ നമുക്ക് റിക്കവറി ഉണ്ട്, മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ആദം ഹൗവ ദമ്പതിമാർക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ദൈവം ക്ഷമിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞാൻ നഗ്നാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാപം അകത്ത് കയറിയാൽ ആദ്യം ഉണ്ടാകുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ പിശാചിടുന്ന ഏറ്റവും വലിയൊരു ഫലം അല്ലെങ്കിൽ ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവനിലേക്ക് ആദ്യം അവൻ ഭയമിടും. ഭയമിട്ടിട്ട് വിശ്വാസം ചോർത്തും. വിശ്വാസം ചോർത്തിക്കളഞ്ഞിട്ട് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ഇതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. രണ്ടാമത് പ്രാഗൽഭ്യമില്ലാതാക്കും. ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യമില്ല. ആരാധനയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്, പാസ്റ്ററോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ, സ്തോത്രം. അപ്പോൾ ഈ 2 ഫലങ്ങളും പിശാച് കൊണ്ടിടും. ഇവിടെ ഇവർ രണ്ടുപേരും ഇത് വ്യാപരിച്ചു. ഭയവും വ്യാപരിച്ചു, പ്രാഗൽഭ്യമില്ല ദൈവസന്നിധി നിൽക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ആദാമിനോട് ചോദിക്കുകയാണ്, നീ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നറിയാമോ? ഹവ്വയോടല്ല. ഹവ്വയാണ് പറിച്ചു ഭക്ഷിച്ചത്. ഹവ്വയാണ് ആദാമിന് കൊണ്ട് കൊടുത്തത്. കാര്യം ശരിയാ. പക്ഷേ ചോദ്യം ആരോടാണ്? ആദമിനോടാണ് ചോദ്യം. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഹല്ലേലൂയ, ഗ്രഹനായകൻ അല്ലെ ഗ്രഹനാഥൻ എന്നൊരാളെ ദൈവം വീട്ടിലാക്കിയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തോട് പറയേണ്ടി വരും. ലോകം മുഴുവൻ നടന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അങ്ങ് ചെല്ലുമ്പോൾ സ്തോത്രം കർത്താവ് ചോദിക്കുന്നത്, നീ എവിടെല്ലാം പോയി, ഏതെല്ലാം രാജ്യത്ത് പോയി, നീ അവിടെ പോയി എന്തും വേണ്ടി ആൾക്കാരെ നേടി, എന്തും വേണ്ടി പരിശീലനം നടത്തി, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് ആദ്യം നോക്കുന്നത്, ഞാൻ അവന് കൊടുത്ത ഭാര്യയും കുഞ്ഞുങ്ങളും ഇങ്ങെത്തിയോ? സ്തോത്രം. ലോകം മുഴുവൻ നേടി, ലോകം മുഴുവൻ ആൾക്കാരെ നേടി. കാര്യം ശരിയാ. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ എത്തിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ, ഹല്ലേലൂയ, ക്രിസ്തുവിലില്ലെങ്കിൽ എന്നെ പോലെ അരിഷ്ട മനുഷ്യൻ വേറെ ആരുമില്ല. ദൈവമക്കളെ, കർത്താവ് നോക്കുന്നത് കുടുംബ ബന്ധത്തിന് വളരെ വില കർത്താവ് നൽകുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്നത് കർത്താവിന് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അത് നമ്മൾ ഈ വേദപുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചാൽ ആ ഉൽപ്പത്തി മുതൽ അവസാനം വരെ കുടുംബത്തിന്, ഫാമിലിക്ക് ദൈവം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം പറയുന്നു, ഭർത്താവ് ഭാര്യ എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. അതേപോലെ തന്നെ കാന്ത, നമ്മളെ മണവാട്ടി കാന്ത, കർത്താവ് നമ്മളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ കർത്താവിന് കുടുംബം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കുടുംബ ബന്ധത്തിന് കർത്താവ് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ ഈ ഹൗവ ആദാം ദമ്പതിമാർക്ക് അവർക്ക് മടങ്ങി വരാൻ സമയമുണ്ടായിരുന്നു. അവരെന്താ ചെയ്യുന്നറിയാമോ? അവർ കുറ്റം സമ്മതിച്ചില്ല. അവർ ബ്ലെയിം ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റ് സമ്മതിക്കത്തില്ല. ഞാനല്ല, അവളാ വിഷയം, അവളല്ല ഞാൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ്ങാണ്. നിങ്ങൾ കൗൺസിലിംഗ് സെൻ്ററുകളിൽ നിങ്ങൾ പോയിക്കോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ ബ്ലെയിമിങ്ങാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങനാണ്, ഇങ്ങനാണ്, പുള്ളി അല്ല, ഇയാൾ അങ്ങനെ, ഇയാൾ ഇങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിങ്ങാണ്. ഈ ബ്ലെയിമിങ് നടക്കുന്നതോളം കാലം ഒരു കാരണവശാലും അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയത്തില്ല. ഇവിടെ അതേപോലെ തന്നെയാണ്. ആദം ഹൗവയെ ബ്ലെയിം ചെയ്യുന്നു, ഹൗവ പാമ്പിനെ ബ്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും കുറ്റം സമ്മതിക്കുന്നില്ല.
നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്താൽ, കർത്താവെ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് കരഞ്ഞ് നിലവിളിച്ചാൽ എത്ര കടും ചുവപ്പായ പാപത്തെയും കർത്താവ് ക്ഷമിക്കും. ഇവർക്ക് മടങ്ങി വരാനുള്ള സമയമാണ് അതില്ലാതാക്കി കളഞ്ഞത്. ആ കുടുംബം അങ്ങനെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ 127 സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ 127 സങ്കീർത്തനം നമ്മൾ ആ 127, 128 ഒരുമിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. 127 സങ്കീർത്തനം, ഈ ഭവനം ദൈവം പണിയണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനം എവരി സെക്കൻഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എവരി സെക്കൻഡ് അനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പണിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 128 സങ്കീർത്തനം ഇതേ ആൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ശലോമോൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വായിക്കുന്ന നോക്കിയേ, 122, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹോവയുടെ ശബ്ദം കേട്ട് വീട് പണിയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അതനുസരിച്ച് അവൻ ജീവിക്കുന്ന മനുഷ്യൻ, നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് ഇത് രണ്ടും കണക്റ്റഡ്? രണ്ട് അധ്യായങ്ങളും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും പറയുന്നു. അതുകൊണ്ട് ഇത് 2 അധ്യായങ്ങളും ചേർത്ത് പഠിക്കുമ്പോൾ ഒരു കുടുംബം സക്സസ് ആയി മാറണമെങ്കിൽ, കുടുംബ ജീവിതം സക്സസ് ആയി മാറണമെങ്കിൽ, ഒരു ഫാമിലി സ്വർഗമായി മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗ തുല്യമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, ദൈവം എന്തു പറയുന്നു, എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ദൈവവചനത്തിൽ അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ, സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട തകരാത്ത ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. കുടുംബജീവിതത്തിൻ്റെ തകർച്ചകൾ തുടങ്ങുന്നത് പെട്ടെന്നൊരു ദിവസം ഡിവോഴ്സിലേക്ക് പോവുകയല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ പിശാച് കൊണ്ടുവന്ന് ജീവിതത്തിൽ ഇട്ടിട്ടാണ് ക്രിസ്തീയ കുടുംബത്തെ തകർക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, 2 തരത്തിലുള്ള കുടുംബജീവിതങ്ങളാണ്. ഒന്ന് ദൈവിക കേന്ദ്രീകൃതമായ കുടുംബജീവിതം, ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാമിലി. രണ്ടാമത് ഈ ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ കുടുംബജീവിതം. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ ഈ ക്രിസ്തീയ ജീവിതത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ കുടുംബ ജീവിതത്തെ തകർക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുന്നോട്ട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളിൽ കൂടെയാണ് പിശാച് ഭവനത്തിൽ എൻട്രി ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഞങ്ങൾ പ്രശ്നം തീർക്കാൻ ചെന്നപ്പോൾ, ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ സൂയിസൈഡിൻ്റെയും ഡ്രഗ്സ് അഡിക്റ്റിൻ്റെയും ഫാമിലി പ്രോബ്ലംസിൻ്റെ ഒക്കെ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുടുംബം മാറിക്കഴിഞ്ഞു. ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സ് ടൈപ്പിംഗ് കഴിഞ്ഞു, സൈനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, കൗൺസിലിംഗ് പല കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല, അടുക്കാൻ ഒരു വഴിയില്ല. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല പാസ്റ്റർ, ഞങ്ങൾക്ക് താമസിക്കേണ്ട ഒന്നിച്ച്, പ്ലീസ്. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാര്യം എന്താണ്? സ്തോത്രം. 20 വർഷമായി ആ കുടുംബജീവിതം തുടങ്ങിയിട്ട്. അതാണ് ഭയങ്കര വിഷമം. 1-2 വർഷമല്ല, 20 വർഷമായി. ദൈവമക്കളെ, ആ കുടുംബത്തിൻ്റെ തുടക്കം എന്താണെന്നറിയാമോ? ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഭാര്യയും ഭർത്താവും. ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഫാൻ ഇത്രയും വേണ്ട, അതുകൊണ്ട് ഇച്ചിരി കുറയ്ക്കണം. ഭാര്യ പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൂടാ, പ്ലീസ് എനിക്ക് അത്രയും കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര കൂർക്കം വലിയാണ്, നിങ്ങൾ കൂർക്കം വലിക്കുന്ന എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം തകരുക. സ്തോത്രം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എന്നാൽ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് മാറിക്കിടക്കാം, നീ ഇവിടെ കിടന്നു, എനിക്ക് ഫാനിൻ്റെ ആ അടുക്കന്ന് മാറി ഞാൻ ഇങ്ങോട്ട് ഒരു സിംഗിൾ ബെഡ് അവിടെ ഇട്ടു, ഡബിൾ ബെഡ് മാറ്റി അങ്ങോട്ട് വിട്ടു, ഫാനിൻ്റെ കീഴിൽ നിന്ന് മാറിക്കിടന്നു. ആ മാറ്റിക്കിടത്തം നിങ്ങൾക്കറിയാമോ, ഓരോ മാസം ചെല്ലും തോറും അത് അകൽച്ചയിലേക്ക് പോയി. അദ്ദേഹം വേറൊരു മുറിയിൽ കിടക്കാൻ തുടങ്ങി, ഈ സഹോദരി വേറെ മുറിയിൽ കിടക്കാൻ തുടങ്ങി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ കിടപ്പ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. മൊബൈലിനകത്ത് അഡിക്റ്റായി, അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ കാണുകയും സംസാരിക്കുകയും, ആവശ്യമില്ലാത്ത ഫോൺ വിളികൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത കാഴ്ചകൾ, ഇതെല്ലാം വന്ന് കുറേശ്ശെ സ്നേഹമില്ലാതായി
കുടുംബ ബന്ധം ശിഥിലമായി മാറ്റപ്പെട്ടു. തലമുറകൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഓരോ ദിവസം ചെല്ലും തോറും ഈ കുടുംബ ബന്ധം അകന്നുകൊണ്ടിരുന്നു. ചെറിയൊരു വിഷയത്തിൽ വന്നതാണ്. ഫാൻ്റെ കാറ്റിൽ കയറി കൂർക്കമ്പലിയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ 2 മുറി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളെ 2 ഫ്ലാറ്റിലാക്കും, നിങ്ങളെ 2 വീട്ടിലാക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ കിടക്കുന്ന ആൾക്കാർ ഇച്ചിരി കൂർക്കമ്പലി സഹിച്ചാലും കുഴപ്പമില്ല, ഒരുമിച്ച് കിടക്കണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ഫാമിലീസിനോട് ഞാൻ പറയാണ്, നിങ്ങളെ 2 തട്ടിലാക്കാൻ പിശാചു പ്ലാനും പദ്ധതി ഇട്ടിരിക്കുകയാണ്. 2 തട്ടിലാകരുത്, ഒരുമിച്ച് കിടക്കണം. സ്നേഹമുണ്ടെങ്കിൽ കൂർക്കമ്പലിയൊക്കെ കേട്ടാൽ ഉറങ്ങാൻ പറ്റും. അതൊന്നും ഒരു വിഷയമല്ല. ഫാനിൻ്റെ കാറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങളൊരു കാര്യം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വാ. ഇടയ്ക്ക് കൊണ്ടിട്ട് 2 പേർക്ക്, ഒരാൾക്ക് 1-ലാണ് വേണമെങ്കിൽ, ഒരാൾക്ക് 5-ലാണ് വേണമെങ്കിൽ 3-ലിട് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വാ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സ്നേഹമുണ്ടോ, എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പറ്റും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു വീട്ടിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി തൊട്ട് നോക്കിയപ്പോൾ നല്ല ഉപ്പുണ്ട്. അപ്പോൾ എന്നിട്ടും കഴിച്ചു. പക്ഷെ ആ സഹോദരിയുടെ ഭർത്താവും ആ മീൻകറി കഴിച്ചു നോക്കിയിട്ട് എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ആ സഹോദരൻ പറയാണ്, നല്ല മീൻകറിയാണ് ഇന്നത്തെ കേട്ടോ നിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവെ, നല്ല ഉപ്പുള്ള മീൻകറിയാണല്ലോ ഈ മനുഷ്യൻ പറയുന്നത്, നല്ല മീൻകറിയാണെന്ന്. ആ ഭർത്താവിൻ്റെ ആ കരുതൽ കണ്ടോ? ആ സഹോദരി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് അത് കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. പക്ഷെ ഒരു വന്ന അതിഥിയുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാതെ നല്ല മീൻകറിയാന്ന് പറഞ്ഞ സഹോദരിയെ സന്തോഷിപ്പിച്ചു. ഇതെന്താ സംഭവം എന്നറിയാമോ? സ്നേഹത്തിൻ്റെ കവറിങ്ങ. സ്നേഹമുണ്ടെങ്കിൽ ഉപ്പ് കൂടിയാലും വഴക്കുണ്ടാകത്തില്ല, ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല. സ്തോത്രം. ഈ സ്നേഹമില്ലാതാവുമ്പോൾ തൊടുന്നതെല്ലാം പ്രശ്നമാക്കുന്നത്. ദൈവമക്കളെ, ദൈവ സ്നേഹത്താൽ ഒന്ന് നിറയപ്പെടട്ടെ. നമ്മൾ ഈ ലോകത്തിലെ സ്നേഹമല്ലത്. ലോകത്തിലെ സ്നേഹം കൊണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിലും ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹം നമ്മളെ ഭരിച്ച് അതിൽ ബന്ധിക്കപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കുടുംബജീവിതം സക്സസ് ആയി പോവുകയുള്ളൂ. അതാ പറഞ്ഞ, ക്രിസ്തു സെൻറ്റേർഡായ അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതത്തെ തകർക്കാൻ ദുഷ്ടപിശാചിന് കഴിയുകയില്ല. ബിക്കോസ് ആ കർത്താവിൽ വ്യാപരിച്ച സ്നേഹം, ആ കർത്താവിൽ വ്യാപരിച്ച സൗമ്യത, ആ കർത്താവിൽ വ്യാപരിച്ച സമാധാനമാണ് ആ കുടുംബത്തിൽ വ്യാപരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴിക്കാനൊന്നും ഇല്ലായിരിക്കാം, പട്ടിണിയായിരിക്കാം, വലിയ കാറോ വണ്ടിയോ ഒന്നും കാണത്തില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ അകത്തും ഒരു സന്തോഷം അവരിലുണ്ട്. അതാണ് ക്രിസ്തുവിൽ കൂടെയുള്ള സമാധാനം, അതാണ് ക്രിസ്തുവിൽ കൂടെയുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഈ ക്രിസ്തു സെൻറ്റേർഡായ ഭവനത്തിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ദൈവം പണിയപ്പെടുന്ന ഭവനത്തിനകത്ത് ഇതെല്ലാം ദൈവം തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും എത്ര വർഷം ഈ ലോകത്തിൽ നമുക്ക് കുടുംബജീവിതമുണ്ടോ, അവസാനത്തെ ശ്വാസം വരെ ദൈവം നമ്മളെ പണിതുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബം തകരത്തില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇതിന് മുമ്പ് ഉള്ള ആ അധ്യായത്തിൽ 127-ൽ അവിടെ നമ്മൾ കാണുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടാപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ എന്ന് പറഞ്ഞാൽ, ദൈവമില്ലാത്ത ഒരു ഭവനം, ദൈവത്തിൻ്റെ കൺട്രോളിലല്ലാത്തൊരു ഭവനം, ക്രിസ്തു സെൻറ്റേർഡ് അല്ലാത്ത ഒരു ഭവനം എന്തെല്ലാം ചെയ്താലും അത് സക്സസ് വരത്തില്ല. സ്തോത്രം. നിങ്ങൾ ഇനി ഓവർ ടൈം ചെയ്തോ, ഇനി ഡബിൾ ഡ്യൂട്ടി ചെയ്ത് ബിസിനസ്സിന് 1 പകരം 2 ബിസിനസ് ഓപ്പൺ ആക്കി എന്തെല്ലാം നിങ്ങൾ ചെയ്തോ, ലോകത്തിൻ്റെ ഏതറ്റത്ത് കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിച്ചോ, നിങ്ങൾ ദൈവത്താൽ പണിയപ്പെടുന്ന കുടുംബമല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സക്സസ്സിലേക്ക് വരത്തില്ല. എന്നാൽ 128-1 പറയുന്നു, ഹല്ലേലൂയ, യഹോവയെ ഭയപ്പെട്ട്. നീയും നിന്റെ കുടുംബവും ദൈവത്തെ ഭയപ്പെട്ടാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലാണോ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വഴിയിലാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം നിനക്കുള്ളത് നിന്റെ പുറകെ കൊണ്ടുവരും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് പറഞ്ഞാൽ, ഓവർ ടൈം ഒന്നും ചെയ്തില്ലേലും, വലിയ ഡബിൾ ബിസിനസ് ഒന്നും നടത്തിയില്ലെങ്കിലും നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും.
ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകത്തില്ല, കടക്കാർ പിടിച്ചുകൊണ്ട് പോകത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അടുത്ത വാക്യങ്ങൾ: നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ദൈവമക്കളെ, വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. സഹോദരിമാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. നിന്റെ ഭാര്യ ഫലപ്രദമായ, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മുന്തിരിവള്ളി അത് കുഴിച്ച് വെച്ച് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ വള്ളി പടരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് വേണം. സപ്പോർട്ട് കൊടുത്ത് മുകളിൽ കൊണ്ടുവന്ന് അത് വലിയ ഈ നമ്മുടെ കൺവെൻഷൻ പന്തലിടുന്ന പോലെ കയറുകൾ വലിച്ചു കെട്ടി അതിലേക്ക് പടർത്തും. അതിൽ പടർത്തി കഴിയും എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഓടാൻ നടക്കത്തില്ല, ഒറ്റയ്ക്ക് വളരാൻ പറ്റത്തില്ല. മുന്തിരിക്കൊലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് നിലത്ത് കിടന്ന് ഫലം കായ്ച്ചാൽ പുഴു തിന്ന് നട്ടുപോകും എന്ന് പറഞ്ഞാൽ നശിച്ചു പോവും, അതിൻ്റെ ഫലം കിട്ടത്തില്ല. അത് ആ പന്തലിൽ പടർന്നിറങ്ങി തൂങ്ങിക്കിടന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം പറിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ, ഫലം കായ്ക്കുകയുള്ളൂ. മുന്തിരി താഴെ കൂടെ പടർന്ന് ഫലം കായ്ക്കത്തില്ല. മത്തൻ കായ്ക്കും, പക്ഷെ മുന്തിരി കായ്ക്കത്തില്ല. സ്തോത്രം. മുന്തിരിക്ക് സപ്പോർട്ട് വേണം, മുന്തിരിക്ക് ഇത് വേണം, പന്തൽ വേണം. അങ്ങനെ ഈ മുന്തിരിക്ക് സപ്പോർട്ട് വേണം, മുന്തിരിക്ക് ഫലം വേണം. രണ്ട്, ഈ മുന്തിരി പൂക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മണമാണ്. ഈ മണം അങ്ങോട്ട് അടിക്കുമ്പോൾ കുറുക്കന്മാരും മറ്റ് പന്നികളും ഒക്കെ വന്നിട്ട് ഈ മുന്തിരിയുടെ മണം അടിക്കുമ്പോൾ അതെന്തേലും കിട്ടുമെന്ന് വിചാരിച്ച് ഈ മൂട് കുത്തി ഇളക്കിക്കളയും. അപ്പോൾ ഈ തോട്ടക്കാരൻ്റെ പ്രത്യേകത, ഈ തോട്ടക്കാരൻ അവിടെ തന്നെ താമസിക്കും. പാട്ട കൊട്ടിയും അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചുമൊക്കെ ഈ മൃഗങ്ങളെ ഓടിച്ച് ഈ മുന്തിരിയുടെ ഫലം കായ്ക്കുവോളം അവിടെ തന്നെ പാർക്കും. കട്ട് ചെയ്ത് കളയേണ്ടതിനെ കട്ട് ചെയ്ത് കളയും, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കും. എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ ആ മുന്തിരിയെ എങ്ങനെ നോക്കുന്നു പോലോ, വളരെ അല്ലല്ലോ വലിയ ബലമൊന്നുമില്ലാത്ത, വലിയ ശക്തിയൊന്നുമില്ലാത്ത പ്രിയപ്പെട്ട ഭാര്യയെ നമ്മൾ ഭർത്താക്കന്മാർ ഒന്ന് കരുതി, പ്രൈസ് ദി ലോർഡ്, ഒന്ന് കൂടെ ഹല്ലേലൂയ, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു ചാടി അത് ഇതൊക്കെ പറഞ്ഞത് വരും. ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപദേശിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന ഹല്ലേലൂയ ഒരു മുന്തിരിവള്ളിയോടാണ് ഭാര്യയെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് കായ്ച്ച് കുലച്ച് കിടക്കുമ്പോൾ ഇതിൻ്റെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. മുന്തിരിക്ക പഴം പോലും ഇവർ വൃഥാവാക്കി കളയത്തില്ല. ഈ ഫലം എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റും, തക്ക സമയത്ത് പറിക്കാൻ പറ്റും. പറിച്ചില്ലെന്ന് വിചാരിച്ചോ അവർ ഉണക്ക മുന്തിരിയാക്കി മാറ്റും. ഇല്ല, അത് ഇനി വേണ്ട, ആൾക്കാർക്ക് വേണ്ട, ഒത്തിരി ആയിപ്പോയി. ഉടൻ തന്നെ അവർ എന്ത് ചെയ്യുന്നറിയോ, കഴുകി വൃത്തിയാക്കി ഭരണിയിൽ കയറ്റും. 10 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കാൻ കഴിയും. ഇതിലുണ്ടാകുന്ന ഫലമെന്ന് പറയുന്നത് അതിമഹത്വകരമായ ഫലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹല്ലേലൂയ സഹോദരിമാരായ നമ്മുടെ ഭാര്യമാരെ കെയറി ചെയ്യണം, അവർക്ക് കൈത്താങ്ങ് കൊടുക്കണം. അവർ ബലഹീന പാത്രം, ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനാണെങ്കിൽ അവർ അങ്ങനെ വളർന്ന് മുന്നോട്ട് വന്നാൽ, ഏതെങ്കിലും തോട്ടക്കാരൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ മുന്തിരി കായ്ക്കുന്നില്ല, ഒരു പ്രയോജനം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തോട്ടക്കാരൻ്റെ കുഴപ്പമാണ്, അത് മുന്തിരിയുടെ കുഴപ്പമല്ല. അതിന് വേണ്ട പരിചരണം കൊടുത്തില്ല, അതിന് വേണ്ട കെയറിങ് കൊടുത്തില്ല, അതുകൊണ്ട് അത് ഫലമില്ലാതായിപ്പോയി. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ മുന്തിരിവള്ളി ആയിരിക്കണം. ഇന്നത്തെ ചില സഹോദരിമാർ, എല്ലാവരും അല്ല, ചില സഹോദരിമാർ മുന്തിരിവള്ളിക്ക് പകരം അവർ ഈ ബോഗൺവില്ലയാകും. ബോഗൺവില്ലയുടെ പ്രത്യേകത അറിയാമല്ലോ, അത് ഈ വള്ളി പോലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അത് ആരെ ആശ്രയിക്കാൻ താല്പര്യപ്പെടത്തില്ല. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കാൻ നോക്കും, മുള്ളുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്ക് ചെങ്ങുന്നവർക്ക് മുറി വെക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കും, നിൽക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ വളഞ്ഞ് താഴോട്ട് വീഴാൻ തുടങ്ങും. അതാണ് ഈ ബോഗൺവില്ലയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാമല്ലോ, ബോഗൺവില്ല മനസ്സിലായല്ലോ, കടലാസ് ചെടി. അതിന് വള്ളി പോലെ വരുന്നത്, അതെങ്ങും കയറാൻ അത്ര താല്പര്യമില്ല. നമ്മൾ കയറ്റി വിട്ടാൽ പോലും അതിങ്ങനെ താഴോട്ട് വളർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ചില ആൾക്കാർ അങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നത്. അതവിടെ മാത്രമല്ല, ഭർത്താക്കന്മാരുടെ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. കെയർ ചെയ്യാതെ വരുമ്പോൾ അവിടെ സ്വഭാവങ്ങൾ മാറുന്നു, സംസാര രീതികൾ മാറുന്നു. ഞാൻ മടങ്ങി വരട്ടെ. പ്രിയ സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു,
ഗ്രഹം, ദൈവത്തിൻ്റെ ഗ്രഹം പണിതവരാണ് സഹോദരിമാർ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ഗ്രഹം, നിങ്ങളുടെ വീട് പണിയാൻ നിങ്ങൾക്ക് കഴിയും. സ്തോത്രം. നിങ്ങളെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഹല്ലേലൂയ കഴിവൊക്കെ ഇച്ചിരി കുറവായിരിക്കാം, എന്നാലും ദൈവം നൽകി തന്ന കഴിവിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയെ നിങ്ങൾ വളർത്തണം. ഭർത്താവ് ചിലപ്പോൾ ബിസി ആയിരിക്കാം, ജോലി കാര്യങ്ങളിലൊക്കെ ഓടുമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിലും ദൈവ വചനാടിസ്ഥാനത്തിലും വളർത്തണം. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. മക്കൾ ഒലിവ് തൈ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒലിവ് തൈയുടെയൊക്കെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ അവിടെ നിൽക്കും. ഇപ്പോഴും പലസ്തീനിലൊക്കെ 1000, 400, 500, 1000 വർഷമായ ഒലിവ് തൈയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾ നിൽക്കും. ദീർഘായുസ്സുള്ളവരായി ദൈവ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന, അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്ന ഹല്ലേലൂയ കുടുംബങ്ങളായി മാറ്റപ്പെടുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 2 കുടുംബങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 കുടുംബങ്ങൾ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പണിയപ്പെട്ട 2 കുടുംബങ്ങൾ. ഒന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാൻ സമയം ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് യോസഫിൻ്റെ കുടുംബമാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം യോസഫ്, മറിയ. സ്തോത്രം. യേശു ജനിക്കപ്പെട്ട കുടുംബം. യോസഫ് മറിയയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കേൾക്കുന്ന വാർത്ത മറിയ ഗർഭിണിയാണെന്ന്. ഈ വാർത്ത കേട്ടപ്പോൾ യോസഫ് വല്ലാത്ത അവസ്ഥയിലായി. ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അവൻ ചിന്തിച്ചു, എനിക്ക് ഭാര്യയായി പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ആ സ്ത്രീക്ക് ലോക അപവാദം വരുത്തണ്ട, ആരും അറിയാതെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട് പറയുന്നുണ്ട്. സ്തോത്രം. നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ജോസഫ് അവളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയാത്ത കാര്യമാണ്. എന്നിട്ടും ലോക അപവാദം എന്തുമായിക്കോട്ടെ അവളെ ചേർത്ത് പിടിച്ചൊരു കുടുംബം. സ്തോത്രം. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കേ. ലോകം മുഴുവൻ അവന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ ലോകത്തിലൊരു മനുഷ്യന് ചെയ്യത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ദേശത്ത് കല്യാണം ആലോചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ആ ബന്ധം വേണ്ടത് പറയും. ഈ സഹോദരി ഗർഭിണിയാണ്. ലോകം മുഴുവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. ആ സഹോദരിയെ ചേർത്ത് പിടിക്കുന്ന ജോസഫ്. നല്ലൊരു കുടുംബം. നോക്കി, ആ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമുക്ക് കഴിയുമോ? അത് കഴിയണം. എങ്ങനാ? ദൈവാത്മാവിനാൽ. ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ ഹല്ലേലൂയ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കഴിയും. ഈ മിസ്റ്റേക്കുകൾ എല്ലായിടത്തും ഉണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, മിസ്റ്റേക്ക് എല്ലായിടത്തും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ക്ഷമിക്കപ്പെടാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത തെറ്റായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ദൈവാത്മാ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളൊന്ന് ക്ഷമിക്കാൻ തയ്യാറാണോ? ഈ ജോസഫ് ക്ഷമിച്ചതുപോലെ. സ്തോത്രം. ദൈവസന്നിധി യേശുവിൻ്റെ നാമനിമിത്തം ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് മാർവോട് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? തെറ്റുകളൊന്ന് ക്ഷമിക്കാൻ പറ്റുമോ? സ്തോത്രം. അതുമാത്രമല്ല, പരസ്പരം അങ്ങോട്ടുള്ള കുത്തുവാക്കുകൾ നിർത്തിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പരസ്പരം ഒന്ന് കൈത്താങ്ങാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കുടുംബജീവിതത്തിൻ്റെ സ്തോത്രം നല്ല രീതിയിൽ പോകാനുള്ള ഒരു 2-3 ടിപ്പ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വ്യക്തിയിലേക്ക് പോകാം. സ്തോത്രം. 2-3 കാര്യങ്ങൾ കുടുംബജീവിതം വിജയകരമായി മുന്നോട്ട് പോകാനുള്ള 2-3 ടിപ്പുകൾ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. സമയം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒന്നാമതായി, പരസ്പരം അംഗീകരിക്കണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നമ്മൾ കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പരസ്പരം അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ന്യൂനതകളും എൻ്റെ ഇല്ലായ്മകളും എൻ്റെ കഴിവുകളും അല്ലെങ്കിൽ പ്രിയ സഹോദരിയുടെ കഴിവുകളും ഇല്ലായ്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പരസ്പരം അംഗീകരിക്കണം. അല്ലാതെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഇതിനേക്കാളും നല്ല ആലോചന എനിക്ക് വന്നിരുന്നതാ, ഇതിനേക്കാളും നല്ല സുന്ദരനായ ഒരു പെണ്ണിനെ എനിക്ക് വന്നതാ, ഈ ചെറുക്കനെ വന്നതെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്താൽ യോജിക്കപ്പെട്ടതാണോ, നിങ്ങൾ പരസ്പരം അംഗീകരിക്കണം. അതേപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അംഗീകരിക്കണം. എൻ്റെ മമ്മ, നിൻ്റെ മമ്മി, എൻ്റെ പപ്പ, നിൻ്റെ പപ്പ എന്നുള്ള വർത്തമാനമൊക്കെ നിർത്തണം. നിങ്ങളെ ദൈവം ഒരുമിപ്പിച്ചെങ്കിൽ എൻ്റെ പപ്പ എന്നുള്ള നമ്മുടെ പപ്പ, നമ്മുടെ മമ്മി, ആ ഒരു ബന്ധത്തിലേക്ക് വരണം. അതിന് എത്ര പോരായ്മയുണ്ടെങ്കിലും അത് നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് അത് ക്ലിയർ ആക്കണം. സ്തോത്രം.
ഒന്ന് അംഗീകരിക്കണം, പരസ്പരം അംഗീകരിക്കണം. രണ്ടാമത് തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയണം. എൻ്റെ ഇഷ്ടം എൻ്റെ ഭാര്യ തിരിച്ചറിയണം, എൻ്റെ ഭാര്യയുടെ ഇഷ്ടം ഞാൻ തിരിച്ചറിയണം. അത് ഇഷ്ടം മാത്രമല്ല, അനിഷ്ടങ്ങളും തിരിച്ചറിയണം. അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് വന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഭർത്താവ്, അതൊക്കെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി മാറും. ഒരിക്കലും പാടില്ല. എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ദുബൈയിൽ ഞങ്ങളുടെ ചർച്ചിൽ നടന്നൊരു കോമ്പറ്റീഷനിൽ ഫാമിലി 10-25 ഫാമിലീസ് നടന്ന കോമ്പറ്റീഷനാണ്. ഭാര്യ ഭർത്താക്കന്മാർ 2 മുറിയിൽ അടച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വൈഫിനോട് ചോദിക്കും, വൈഫിൻ്റെ ഇഷ്ടം എന്നോട് ചോദിക്കും. അങ്ങനെ 30 ഫാമിലീസിൻ്റെ ആ ഒരു കോൺടെസ്റ്റിൽ എൻ്റെ ഫാമിലിക്കാണ്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും സമ്മാനം കിട്ടിയത്. 1ാം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം നമ്മൾ ഇഷ്ടങ്ങൾ കൈമാറണം. അതിനെവിടാ സമയം? നമ്മുടെ സമയം മുഴുവൻ മൊബൈൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ സമയം മുഴുവൻ പിശാച് ചോർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്ന സമയമുണ്ടോ? നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ ഭാര്യ തൊട്ടപ്പുറത്തിരിക്കുമ്പോൾ അവളൊരു മൊബൈലിൽ, നിങ്ങളൊരു മൊബൈൽ, കൊച്ചുങ്ങൾ വേറെ മൊബൈലിൽ അല്ലേ? പിശാച് നിങ്ങളുടെ സമയം കവർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഭാര്യമാരും ഭർത്താക്കന്മാരും മരിക്കുമ്പോൾ എന്താ നെഞ്ചത്തടിയും കരച്ചിലും ഇല്ലാത്ത നിങ്ങൾക്കറിയാമോ? സ്നേഹമില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സമയത്തെ പിശാച് കവർന്നുകൊണ്ട് പോകരുത്. പരസ്പരം സംസാരിക്കാൻ സമയമെടുക്കണം, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. അടുത്ത 3ാമത്തെ വിഷയം, പ്രോത്സാഹിപ്പിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളൊരു പ്രോത്സാഹനമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉപ്പ് ലേശം കുറവാ, എന്നാലും പബ്ലിക്കിൽ പറയരുത്, ഇൻസൾട്ട് ചെയ്യരുത്. സ്തോത്രം. പബ്ലിക്കിൽ ഒന്നും മിണ്ടരുത്. വേണേൽ പിന്നീട് പറയാം, മോളെ എടി ആ മീൻകറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു, കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. അയ്യോ സാമച്ച എന്താ പറയാഞ്ഞേ എന്ന് ചോദിക്കും. പറയരുത്. പബ്ലിക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഭാര്യമാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടിരിക്കുന്നത്, സ്വന്തം ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്ക് സമയമില്ല. സ്തോത്രം. നിങ്ങൾ ഫേസ്ബുക്ക് കമന്റിലൊക്കെ നോക്കിയാൽ മതി. വല്ലവരും ഒരു പോസ്റ്റ് ഇട്ടാൽ എന്തൊക്കെയാ ദൈവമേ പറയുന്നത്, വെരി ഗുഡ്, ഓസം, കൺഗ്രാജുലേഷൻ, വണ്ടർ, എന്തൊക്കെ അടിച്ചു വിടുന്നത്. സ്വന്തം ഭാര്യ ഒരു നല്ല മീൻകറി വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ സമയമില്ല. ലോകം മുഴുവനുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ഈ മക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. സ്തോത്രം. 4ാമത്തെ വിഷയമാണ് പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെക്കണം. പരസ്പരം സംസാരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഒരു കാര്യവും മറവായിരിക്കരുത്. തുറന്ന പുസ്തകമായിരിക്കണം. മൊബൈൽ ലോക്കായിരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമങ്ങൾ കുറയും. അപ്പോൾ ഈ പണ്ടത്തെ സിസ്റ്റം അണുകുടുംബം ഇന്നായിക്കഴിഞ്ഞു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് എല്ലാ കൂട്ടുകുടുംബങ്ങളായിട്ട് നമ്മളെല്ലാം വസിക്കുന്ന സമയത്ത് അപ്പൻ, അമ്മ, അമ്മച്ചി, അപ്പച്ചൻ, ഇന്ന് താല്പര്യമില്ല. എന്ത് സ്വാർത്ഥതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ഈ കൊലപാതകങ്ങൾ കുറവായിരുന്നു, അന്ന് ആത്മഹത്യകൾ കുറവായിരുന്നു, അന്ന് ഡ്രഗ്സ് അഡിക്റ്റ് ഇല്ലായിരുന്നു. എന്താണെന്നറിയാമോ? വിഷമങ്ങൾ വരുമ്പോൾ എന്താ മോനെ നിന്റെ മുഖം മാടിയിരിക്കുന്നതെന്ന് അപ്പൻ ചോദിക്കും, അല്ലെ അമ്മാവൻ ചോദിക്കും, അല്ലെ അമ്മാച്ചൻ ചോദിക്കും, എന്താ മോനെ നിന്റെ മുഖം മാടിയിരിക്കുന്നത്. കാര്യങ്ങൾ പറയുമ്പോൾ അവരതിന് സൊല്യൂഷൻ കണ്ടെത്തും. ഇന്നതല്ല, അടച്ചിട്ട മുറിക്കകത്ത് കരഞ്ഞാൽ ആരറിയാനാണ്? ദുഃഖം പേറിക്കൊണ്ട് ജീവിക്കുക. തൂങ്ങിക്കിടക്കുമ്പോഴാണ് ലോകം അറിയുന്നത്. പ്രിയ ദൈവമക്കളെ, അണുകുടുംബ വ്യവസ്ഥയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവരോട് നമ്മുടെ വിഷയങ്ങൾ പങ്കുവെക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിഷയങ്ങൾ പങ്കുവെക്കണം, സ്നേഹം പങ്കുവെക്കണം, ദുഃഖം പങ്കുവെക്കണം. സ്തോത്രം. അടുത്തത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് കിടക്കുക. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് താമസിക്കണം, ഒരുമിച്ച് കിടക്കണം. പലപ്പോഴും എനിക്കറിയാം, ഗൾഫിലും മറ്റ് ജോലിയുള്ള പ്രിയ സഹോദരങ്ങളുടെ ഭാര്യമാരൊക്കെ നാട്ടിലും അവരവിടെയാണ്. എത്ര പേരെ എനിക്കറിയാം വളരെ ദുഃഖത്തോടെ വർഷം 1 അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അവർ ലീവ് കിട്ടുന്നത്, വളരെ ഞെരുങ്ങി അവരുടെ ദുഃഖം പേറി അവർ ജീവിക്കുന്നത്. ദൈവമക്കളെ, കഴിവുള്ളിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കിടക്കുക. അത് ഈ ദിവസങ്ങളിൽ നമ്മളെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആത്മീയമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ കുടുംബം ഒരു സ്വർഗമായി മാറും. 2ാമത്തെ ഒരു കുടുംബം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കുടുംബമാണ്. അത് ആരുടെ കുടുംബം എന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അനന്യാസും സഫീറയും. വാണിംഗ് ആണ്. നമുക്കൊരു വാണിംഗ് ആണ്. നല്ല കുടുംബങ്ങൾ ഈ ദൈവവചനത്തിൽ പറയപ്പെട്ടപ്പോൾ ഒരു കുടുംബം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച കുടുംബം.
എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ അകത്ത് വ്യാജമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമ്മൾ നയിക്കുന്നെങ്കിൽ ഒരിക്കലും വ്യാജമുണ്ടാകരുത്. ഉള്ളതുപോലെ, ഇല്ല എങ്കിൽ വേണ്ട, ആരെയും ബോധിപ്പിക്കണ്ട. കർത്താവിൻ്റെ മുന്നിൽ ഹല്ലേലൂയ നമ്മുടെ തുറന്ന മനസ്സാക്ഷിയുമായി നമുക്ക് ജീവിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഹല്ലേലൂയ പ്രകാശമായി തീരും പാതയ്ക്ക്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇരുട്ട് നിറഞ്ഞ വീടിനകത്തോട്ട് ഇറങ്ങി വന്ന് പ്രകാശമായി മാറും. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് ഇടയാക്കും. എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, തകർച്ചയിലേക്ക് പോകാനല്ല. നിങ്ങളുടെ കുടുംബം ഇന്ന് പണിയപ്പെടണമോ? നിങ്ങൾക്കിന്ന് പുറത്തു വരണമോ? ഈ ലോകത്തിലെ കൗൺസിലിംഗ് സെൻ്റർ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് ഒന്ന് ക്ഷമ ചോദിക്കാമോ? ദൈവമേ, ഞാൻ തെറ്റിപ്പോയി. പ്രിയ സഹോദരോട് പറ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. അച്ഛാ, ഞാൻ അച്ഛനെ മനസ്സിലാക്കിയില്ല, എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരും, നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ വചനം കേട്ട സകല കുടുംബങ്ങളെ അപ്പച്ചൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പണിയുന്നതിനായി സ്തോത്രം. അവരുടെ കുടുംബം സ്വർഗമായി മാറട്ടെ. കർത്താവേ, കുടുംബത്തിലുണ്ടായിരിക്കുന്ന എല്ലാ ശിഥിലീകരണങ്ങളും മാറിപ്പോകട്ടെ, അസ്വസ്ഥകൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ കർത്താവ് ഇന്ന് പകൽക്കാലം പണിതെടുക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.